അതായത് എനിക്ക് പറയാനുള്ളത് നമ്മളുടെ കുട്ടികളുടെ പഠനത്തിന് അച്ഛനും അമ്മമാരും എടുക്കുന്ന ടെൻഷനെ കുറിച്ചാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് പരീക്ഷ ആവുമ്പോഴത്തേനും അച്ഛനമ്മമാരുടെ ഉള്ളിലാണ് തീ. ചില അമ്മമാരൊക്കെ ലീവ് എടുക്കും. ചിലവർ കൊച്ചു 10ായ 1 വർഷത്തെ ലീവ് എടുത്ത് കൂട്ടിയിരിക്കുന്ന അച്ഛനമ്മമാരൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് നമ്മളെ ഈ ടെൻഷൻ അടിച്ചാൽ ഈ പിള്ളേരുടെ പരീക്ഷ എളുപ്പമാകുമോ? ഇല്ലല്ലോ. അവർക്ക് നല്ല പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ അവരുടെ കൂടെ ഇരുന്ന് അവർ കിടക്കുമ്പോൾ കിടന്നു, അവരെഴുന്നേൽക്കുമ്പോൾ എഴുന്നേറ്റു, അങ്ങനെയല്ല. നമ്മൾക്കൊരു ജീവിതമുണ്ട്, അതും നമ്മൾ ജീവിക്കണം. ചില കുട്ടികളിങ്ങനെ അതായത് കല്യാണം, അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനുകൾ, ഒരു സിനിമയ്ക്ക് പോലും ഇവർ പോവില്ല, മക്കളില്ലാണ്ട് പോവില്ല, അല്ലെങ്കിൽ മക്കളെ പിരിഞ്ഞ് ഇവരിയ്ക്കില്ല. അങ്ങനെ വളർത്തുന്ന കുറേ മക്കളും അച്ഛനും അമ്മമാരും ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ഇവർ ഇപ്പോൾ ഒരു ഫാമിലി ടൂറ് വെക്കുകയാണ് ഇപ്പം അച്ഛൻ്റെ വീട്ടിലോ അമ്മയുടെ വീട്ടിലോ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വിളിക്കുമ്പോൾ ഇവർ പറയും, ഇല്ല ഞങ്ങൾ വരില്ല, ഞങ്ങളുടെ കൊച്ചിന് അടുത്ത മാസം 10ാം തീയതി പരീക്ഷയാ, ഞങ്ങൾ വരില്ല എന്ന് പറയും. അങ്ങനെ വളർത്തി വലുതാക്കുന്ന മക്കള് ജോലിയൊക്കെ കിട്ടി കല്യാണം കഴിഞ്ഞ് അവർക്കൊരു ഫാമിലി ആവുമല്ലോ. ആ ഫാമിലി ആവുമ്പോൾ അവര് വലിയ വലിയ ടൂറുകൾ പോകും. ആ ടൂറുകൾ പോകുമ്പോൾ ഈ അച്ഛനും അമ്മേനെയും വിളിക്കൂല്ലോ സ്വാഭാവികമായിട്ട്. വിളിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ഇവർക്ക് ആരോഗ്യ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇവർക്ക് കണ്ണിനോ എന്തെങ്കിലുമൊക്കെ ആരോഗ്യം, ഒന്നില്ലെങ്കിൽ കണ്ണിന് വയ്യാണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ കാലം കൊണ്ട് നടക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നടുവയ്യ. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് വയസ്സാകുമ്പോഴത്തേന് ഇവർക്ക് പോകാൻ പറ്റില്ല. ഇവര് വരണില്ല, എൻ്റെ അച്ഛനും അമ്മയ്ക്കും വയ്യ, അതുകൊണ്ട് ഞങ്ങളും ഈ ടൂർ പോകുന്നില്ല എന്ന് ഒരു മക്കളും വിചാരിക്കില്ല. അവര് പോകും. അപ്പൊ അതുകൊണ്ട് നല്ല പ്രായത്തിൽ നമുക്ക് പോകാൻ പറ്റുന്ന ടൂറുകളോ എല്ലാ പരിപാടികളും നമ്മൾ ചെയ്യണം. വയസ്സാവുമ്പോൾ നമുക്ക് ഇതിനൊന്നും നമ്മുടെ ആരോഗ്യം അനുവദിക്കില്ല. എനിക്ക് തോന്നിയതാണ്. നിങ്ങളുടെ അഭിപ്രായം പറയണേ.